എന്റെ വാഹനത്തിൽ കുറച്ച് നാളായിട്ട് ഞാൻ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഹാർഡ് വാട്ടർ സ്പോട്ട്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഗ്ലാസിന്റെ സൈഡിലായിട്ട് ഈ കാണുന്ന മാർക്ക് കണ്ടോ, ഇതാണ് വാട്ടർ സ്പോട്ട് എന്ന് പറയുന്നത്. ഈ വാട്ടർ സ്പോട്ട് എത്ര കഴുകിയിട്ടും എത്ര ഉരച്ച് തുടച്ചു കഴിഞ്ഞാലും ഈ വാട്ടർ സ്പോട്ട് എന്റെ ഗ്ലാസ്സിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് കുറച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പ്രോഡക്റ്റ് കിട്ടി. ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഈ പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെട്ടു. ആ പ്രോഡക്റ്റ് ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് രാത്രിയിൽ ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള അവസ്ഥ. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാവും വാട്ടർ സ്പോട്ട് എത്രത്തോളം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുവാനുള്ള പ്രോഡക്റ്റ് നമുക്കൊന്ന് കാണാം. ഇതാണ് ആ പ്രോഡക്റ്റ്. Q4 എന്ന ബ്രാൻഡിന്റെ ഹാർഡ് വാട്ടർ സ്പോട്ട് റിമൂവർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ഇതിന്റെ താഴെയായിട്ട് ഹൈ ക്വാളിറ്റി നൈറ്റ് വിഷൻ എന്ന് എഴുതിയിട്ടുണ്ട്, ഈസി ഡ്രൈവ് എന്ന് എഴുതിയിട്ടുണ്ട്, ഗ്ലാസ് വാട്ടർ സ്പോട്ട് റിമൂവർ എന്ന് എഴുതിയിട്ടുണ്ട്, ഓട്ടോ സ്റ്റീൽ ക്രോം ക്ലീനർ എന്ന് എഴുതിയിട്ടുണ്ട്. മിക്ക ആൾക്കാരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സംഗതിയാണ് രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ നല്ല രീതിയിലുള്ള വിസിബിലിറ്റി കിട്ടുന്നില്ല. വൈപ്പർ ബ്ലേഡിന്റെ കണ്ടീഷൻ നല്ലതാണെങ്കിൽ പോലും ശരിയായ വിസിബിലിറ്റി കിട്ടുന്നില്ല. അപ്പോൾ ആ പ്രശ്നവും ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് Q4ന്റെ ഹാർഡ് വാട്ടർ സ്പോട്ട് റിമൂവർ എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് നമുക്ക് ഗ്ലാസിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് നോക്കാം. ഞാൻ വാട്ടർ സ്പോട്ട് റിമൂവർ മാത്രമായിട്ടല്ല വാങ്ങിച്ചത്, ഈ പൗച്ചും വാങ്ങിച്ചു, അതുപോലെ തന്നെ ഈ മൈക്രോ ഫൈബർ ക്ലോത്തും വാങ്ങിച്ചു, അതുപോലെ തന്നെ Q4ന്റെ ഗ്ലാസ് വിൻഷീൽഡ് ക്ലീനിങ് ടാബ്ലറ്റും ഇതിന്റെ കൂടെ കിട്ടി. ഇതെല്ലാം കൂടെ വാങ്ങിക്കുന്നതിന് 515 രൂപയും Q4ന്റെ വാട്ടർ സ്പോട്ട് റിമൂവർ മാത്രമായിട്ട് വാങ്ങിക്കുന്നതിന് 280 രൂപയുമാണ്. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കാൻ പോകുന്നത് എങ്ങനെയാണ്? ആദ്യമേ നമ്മുടെ വിൻഷീൽഡ് ഗ്ലാസ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഉണങ്ങിയിരിക്കണം. അതിനുശേഷം ഈ ഹാർഡ് വാട്ടർ സ്പോട്ട് റിമൂവറിന്റെ കൂട്ടത്തിൽ കിട്ടിയിരിക്കുന്ന ഈ ഒരു ആപ്ലിക്കേറ്ററിലേക്ക് അല്പം എടുക്കുക. ശേഷം അത് ഉപയോഗിച്ച് ഗ്ലാസ്സിലെ വാട്ടർ സ്പോട്ട് വന്ന ഭാഗത്ത് നല്ലതുപോലെ സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്പം പ്രഷർ കൊടുത്ത് വേണം സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഉള്ളൂ വാട്ടർ സ്പോട്ട് വൃത്തിയായി പോവുകയുള്ളൂ. വെറുതെ ഗ്ലാസ്സിൽ തേച്ച് പിടിപ്പിച്ചത് കൊണ്ട് മാത്രം വാട്ടർ സ്പോട്ട് റിമൂവ് ആകത്തില്ല. ചെറിയ രീതിയിൽ റബ്ബ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ വാട്ടർ സ്പോട്ട് റിമൂവ് ആയി പോവുകയുള്ളൂ. അതിനുശേഷം വൃത്തിയുള്ള ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് നല്ലതുപോലെ വൃത്തിയാക്കുക. അങ്ങനെ Q4ന്റെ വാട്ടർ സ്പോട്ട് റിമൂവർ ഉപയോഗിച്ച ഭാഗം നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഗ്ലാസിൽ പറ്റിപ്പിടിച്ചിരുന്ന വാട്ടർ സ്പോട്ട് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇറേസ് ആയിട്ടുണ്ട്. ഗ്ലാസിന്റെ പകുതി ഭാഗത്ത് വാട്ടർ സ്പോട്ട് ഞാൻ അപ്ലൈ ചെയ്തില്ല. അപ്പൊ ഇത് വാട്ടർ സ്പോട്ട് ഉള്ള ഭാഗം, എന്നാൽ ഈ ഭാഗം വാട്ടർ സ്പോട്ട് ഇറേസ് ആയ ഭാഗമാണ്. അപ്പൊ ഞാനിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വാട്ടർ സ്പോട്ട് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. രണ്ടിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളും ഈ ഒരു പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം രാത്രി ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള വിസിബിലിറ്റിയാണ് നിങ്ങൾ ഈ കാണുന്നത്. നല്ല രീതിയിലുള്ള വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രോഡക്റ്റ് ആണ് Q4ന്റെ ഗ്ലാസ് വിൻഷീൽഡ് ക്ലീനിങ് ടാബ്ലറ്റ്. വിൻഷീൽഡ് വാഷർ ലിക്വിഡിനെക്കാളും ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു ടാബ്ലറ്റ്. ഇത് വാങ്ങിക്കുവാനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ടാബ്ലറ്റ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് വിൻഷീൽഡ് വാഷർ ടാങ്കിൽ ആദ്യമേ വെള്ളം നിറയ്ക്കുക. വെള്ളം നിറച്ച് കഴുത്തറ്റോളം എത്തുമ്പോഴേക്കും ഇതിൽ നിന്ന് ഒരു ടാബ്ലറ്റ് എടുത്ത് ഈ ഒരു ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കുക. ടാങ്കിൽ കിടന്ന് അത് അലിവനിട്ട് അല്പസമയം കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഗ്ലാസ് കഴുകാവുന്നതാണ്. പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും ഈ ടാബ്ലറ്റിന്റെ തരിവെല്ലവും ഈ ഒരു ടാങ്കിൽ അടിഞ്ഞുകൂടി മോട്ടോർ കംപ്ലൈന്റ് ആകുമോ എന്ന്. അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടാബ്ലറ്റ് കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അലിവാനായിട്ട് കുറച്ച് സമയം കൊടുക്കാം. അങ്ങനെ ടാബ്ലറ്റ് നല്ലതുപോലെ അലിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം. കുപ്പിയിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാകും ഒരു തരി പോലും ഇല്ലാതെ മുഴുവനായും ആ ടാബ്ലറ്റ് വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് എന്ന്. ഒരു സ്പ്രേയറും കൂടെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊരു ഗ്ലാസ് ക്ലീനർ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ രണ്ട് രീതിയിൽ ഈ ടാബ്ലറ്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഒന്ന് വാഹനത്തിൽ, രണ്ട് ഗ്ലാസ് ക്ലീനർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും.